and we will read verses 11 and 12 together. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പ്രൈസ് ദി ലോർഡ്. 30-ാമത്തെ സങ്കീർത്തനം വായിക്കുന്നു. അതിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എൻ്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിക്കുവാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എൻ്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? അത് 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് കർത്താവിന് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത നമ്മുടെ നല്ല കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ കരങ്ങളെ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാണനെ അധമ പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തവൻ, നമുക്ക് ജീവരക്ഷ വരുത്തി നമ്മുടെ നല്ല കർത്താവിന് കരങ്ങളെ ഉയർത്തി നമുക്ക് 3 ഹല്ലേലൂയ പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. നീ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമാകുന്നു. അങ്ങേക്ക് എന്നും സ്തുതി പാടേണ്ടതിന്, എന്നും സ്തോത്രം ചെയ്യേണ്ടതിന് അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്നു. ഞങ്ങൾ സംസാരിക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്ലീസ് ബി സീറ്റഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ, കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമുക്ക് ഒരു അവസരം കൂടെ തന്നല്ലോ. Extend my greetings to everyone, those who are here in person, the people, those who are watching us through medias. I welcome you to the Sharon Fellowship Church of Houston. May the God continue to bless us this morning. Hallelujah. We had a wonderful Thanksgiving week last week. I hope you all enjoyed the time with your family and friends. We had here in the church, we had a fellowship yesterday evening. Those who are missed, it was a great we missed you. It was a great missing for you as well. The food was very tasty. Thank you for everyone, those who bring food. May the God continue to bless us together. കർത്താവ് നമ്മളെ ഒരുമിച്ച് ഇന്ന് പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. Continue to pray for our dear ones. It's very good to see our Christmas uncle and family are back after their 11 days journey. God has been so good to them, and I heard that they enjoyed their time, and I thank the Lord for that. Continue to pray for our dear Nirmala auntie, and she wanted to come yesterday, but she's not feeling well.
and they went back to Dallas with Vineet brother this morning. So continue to pray for our dear Nirmala auntie. Praise the Lord. കർത്താവ് സഹായിക്കട്ടെ. പ്രിയ ജെസ്സി ആൻറ്റിയുടെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രിയ ജെസ്സി ആൻറ്റിയുടെ മാതാവ് നാട്ടിൽ സുഖമില്ലാതെ ആയിരിക്കുന്നു. പ്രായാധികമായ ക്ഷീണങ്ങളുണ്ട്. അതുപോലെ തന്നെ പനിയാലും ഭാരപ്പെടുന്നു. പ്രത്യേകാൽ നമുക്ക് ജെസ്സി ആൻറ്റിയുടെ മാതാവിന് വേണ്ടി നമ്മുടെ ഇൻഡസ്ട്രി പ്രയറിൽ നമ്മൾ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. Our youngsters, our dear ones, were visited their family, their parents last week, and they are some of them are back to their college. So continue to pray for them. Our dear Joylin and Matthew was here, and I didn't get to see them this time, and they are driving back this morning to Atlanta. So continue to pray for them. അവരെ ഓർത്ത് അവരുടെ യാത്രയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. And our dear Josh and Jeffrey, Gabby, and they are on the way back to the college this morning. So അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. They will be back in 2 weeks. That's what I heard. Praise the Lord. നമ്മളെ അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. Praise the Lord. കർത്താവ് ഇത്രത്തോളം നമ്മളെല്ലാവരെയും സഹായിച്ചുവല്ലോ. തുടർന്നുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ ഇൻഡസ്ട്രി പ്രയറിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തോത്രം നമുക്ക് ആ വിഷയങ്ങളെ ഓർക്കുകയും ചെയ്യാം. സ്തോത്രം. സാംസ് 30 30-ാമത്തെ സങ്കീർത്തനമാണ് സ്തോത്രം ഞാൻ ഇന്ന് പകലിൽ വായിച്ചത്. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം നമ്മൾ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്ന് പകലിൽ കർത്താവ് ഇന്ന് പകലിൽ നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മെ ഉയർത്തിയത് കൊണ്ട് സ്തോത്രം. The first verse says God he lifted us up, right? He lifted me up, so I will lift him. Amen. അവൻ എന്നെ ഉയർത്തിയത് കൊണ്ട്, അങ്ങനെയല്ലേ വായിക്കുന്നത്? അവൻ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട്. Praise the Lord. Verses 1, Psalms 30 verses 1. I will extol you, O Lord, for you have lifted me up. Praise the Lord. Psalms 40 verses 1 അവിടെ പറയുന്നത് ചേറ്റിൽ കിടന്ന നമ്മെ അവൻ എന്ത് ചെയ്തു? അവൻ ഉയർത്തി, അവൻ ഉദ്ധരിച്ചു. സ്തോത്രം. Praise the Lord. God has lifted, God has gave victory over enemies. I'm not going to preach from the Psalms, praise the Lord, but look at that verses 1. It says God, and he had not let my enemies rejoice over me. What is the reason for the worship this morning? Because God has gave us victory over the enemies. If you have the victory, come on, raise your hand and give glory to God. Hallelujah. Amen. God has gave the victory over the enemy. The enemy was trying to destroy us, but God has gave us the strength to come this morning in the worship, in the temple, in the tabernacle, in the house of the Lord to worship. So I will lift up the name of the Lord. Number 2, God has gave a healing and deliverance from the disease. Look at that. Verses 2. Oh Lord my God, I cried to you for help, and you healed me. സൗഖ്യം പ്രാപിച്ചവർ കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യണം. എൻ്റെ ആരാധനയുടെ രണ്ടാമത്തെ കാരണം, God has healed me. ഹല്ലേലൂയ. അവൻ എന്നെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ആ സൗഖ്യം എന്ന് പറയുന്നത് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഏറ്റെടുക്കുകയാണ്. ചില സൗഖ്യങ്ങൾ നമ്മൾ ഇപ്പോൾ നഗ്ന നേത്രം കൊണ്ട് കണ്ടില്ലെങ്കിലോ എൻ്റെ കർത്താവിന്റെ കരം ആ വിഷയത്തിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. And I claim that victory in the name of Jesus. I will praise the Lord. I will praise his name because God has gave us victory over my diseases. Hallelujah. God has gave me healing. Number 3, verses 3, it says, Oh Lord, you have brought up my soul from Sheol. You have kept me alive that I would not go down to pit. Hallelujah. God has secured my life. My reason to worship the Lord. Number 3, God has secured my life. മലയാളത്തിൽ വായിക്കുന്നത് നോക്കിക്കേ. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിന് ഒരു രക്ഷ വരുത്തിയിരിക്കുന്ന നമ്മുടെ നല്ല കർത്താവിന് ഇന്ന് പകലിൽ നമുക്ക് ആരാധിക്കാം. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ശത്രുക്കളുടെ മേൽ ജയം തന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗത്തിന്റെ മേൽ സൗഖ്യം തന്ന കർത്താവിന് ഇന്ന് പകൽ നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ നമുക്ക് ജീവരക്ഷ നൽകിയ ദൈവത്തിന് ഇന്ന് പകലിൽ നമുക്ക് സ്തോത്രം ചെയ്യാം. And the last verse says, and I will sing the Lord. I will sing songs to the Lord. Look at that verses. Hallelujah. That my soul may sing praises to you and not be silent. Praise the Lord. Oh Lord my God, I will give thanks to you forever. ഞാൻ എന്നേക്കും എന്ത് ചെയ്യും? സ്തുതി പാടും. ആരാ സ്തുതി പാടുന്നതെന്ന് അറിയാമോ? 108-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. Psalms 108 verses 1. വേഗത്തിലൊന്ന് വായിച്ചേ. Psalms 108 verses 1. 108-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യം. Yes. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ പാടും.
ഹല്ലേലൂയ. അപ്പൊ ആരാ പാട്ട് പാടുന്നത്? യഹോവയിൽ ഉറപ്പുള്ളവർ പാട്ട് പാടും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, എന്റെ മനസ്സ് എന്ത് ചെയ്യുക? ഉറച്ചിരിക്കുക. Praise the Lord. I stand firm. I trust in you, Lord, so that this morning I will sing songs to the Lord. Hallelujah. എന്റെ മനസ്സ് ഉറച്ചിരിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യണം. എന്റെ ഹൃദയത്തിന്റെ ഉറപ്പ് എന്താണെന്ന് അറിയാമോ? എന്റെ ജോലിയല്ല, ആമേൻ, എന്റെ ബന്ധങ്ങളൊന്നുമല്ല. എന്റെ ഉറപ്പെന്ന് പറയുന്നത് എന്റെ കർത്താവാ. ഇന്ന് പകലിൽ ഒരു മടിയും കൂടാതെ കരം ഉയർത്തി പറയണം, എന്റെ ഉറപ്പെന്ന് പറയുന്നത് എന്റെ കർത്താവാ. അതുകൊണ്ട് ഞാൻ ഉറപ്പോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. Hallelujah. I will sing songs to the Lord. Can I have the English worship team on the stage? Hallelujah. Praise the Lord. നമ്മൾ ഇന്ന് പകലിൽ ആമേൻ പാട്ടുകളെ പാടി കർത്താവിന്